അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്ത് കേട്ടിട്ട് ആരാണോ അവഗണിക്കുന്നത്, ആ അവഗണിക്കുന്നവന്, ആ നിസാരമായ ഖുർആനിൻ്റെ ആയത്തിനെ തെള്ളിക്കളയുന്നവന് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയായി പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഖുർആൻ പഠിക്കണ മക്കളെ, നിങ്ങൾ വരണ്ട് പോണ്ട കേട്ടോ മക്കളെ. ഞാൻ പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു പോകുന്നവന് വലിയ ശിക്ഷയുണ്ടെന്ന. നരകത്തിലേക്ക് എളുപ്പം കൊണ്ട് വീട്ടിൽ പോയി പറഞ്ഞേക്കരുത്, ഉമ്മ ഞാൻ പഠിക്കണില്ല എന്നിട്ടാ, അത് വേറെ. അള്ളാൻ്റെ ഖുർആൻ പഠിക്കണമെങ്കിൽ അതിന് ഒരു ഭാഗ്യം വേണം. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും എത്രയോ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊന്നും കിട്ടാത്ത ഭാഗ്യമല്ലേ മക്കളെ അല്ല നിങ്ങൾക്ക് തന്നെ. കാലിൽ ഇൽമു നൂറുല്ലാഹി ഹക്കുൻ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി ഇല്ലേ? മക്കളെ, ഇൽമെന്ന് പറയുന്നത് അല്ല ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പം നിങ്ങൾ അല്ല തിരഞ്ഞെടുത്തിട്ടുണ്ട്, നിങ്ങളായിട്ടത് കളയരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ ആങ്ങളെല്ലാവരും. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ കേൾക്കാറുണ്ട്. കൈകൊണ്ട് പോലും തൊടാത്തവരുമുണ്ട്. അത് പോട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനതുകൊണ്ടാണ് ഉസ്താദ് അത് തൊടാത്തത്. എടാ, നീ തൊടത്തില്ലെങ്കിൽ നീ അത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടതിനെ അവഗണിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരികയാണ്. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമ് കേട്ടിട്ടു അതിനെ പരിഗണിക്കാത്തവനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാണ്. മരണത്തിന്റെ ആയത്ത്, ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത്, നരകത്തിനെ കുറിച്ചും നരകത്തിന്റെ തീയെക്കുറിച്ചും നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും അതിനകത്ത് കിടക്കുന്ന വിഭാഗത്തെ കുറിച്ചും മസ്സറയെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും മീസാനിനെ കുറിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യ, അള്ളാഹു പറയുകയാണ്, താടിയുള്ളവനാണെങ്കിലും തഴമ്പുള്ളവനാണെങ്കിലും നിസ്കരിക്കുന്നവനാണെങ്കിലും പടച്ചവനെ സദഖ കൊടുക്കുന്നവനാണെങ്കിലും ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് കയ്യിൽ തസ്ബീഹും പിടിച്ചുകൊണ്ട് ദിക്ർ പറഞ്ഞു നടക്കുന്ന വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന ഉമ്മയാണെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് കേട്ടിട്ടു അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി ആരെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അക്രമി ആരെന്നറിയുമോ? കൊല ചെയ്യുന്നവനല്ല, കൊള്ളയടിക്കുന്നവനല്ല, അക്രമം പ്രവർത്തിക്കുന്നവനല്ല, ശിർക്ക് ചെയ്ത് നടക്കുന്നവനല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ, അള്ളാഹുവിന്റെ കലാം കേട്ടിട്ട് അതിനെ നിസാരമായി കാണുന്ന മനുഷ്യ, നീയാണടാ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയെന്ന് അള്ളാന്റെ വിശുദ്ധ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. നീയാടാ ഏറ്റവും വലിയ നന്ദി കെട്ടവൻ, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ സ്ഥാനം എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ പവിത്രത എന്താണ് നമ്മൾക്ക് നിസാരമാണല്ലോ. നമ്മളിൽ പലരും പരിഗണിക്കാറില്ലല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം അറിയണമെങ്കിൽ, അതിന്റെ സ്ഥാനം അറിയണമെങ്കിൽ, അതിന്റെ ബഹുമാനം എന്തെന്നറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പരിഗണിക്കാതെ വീടിന്റെ അലമാരിക്കകത്ത് കൂട്ടിക്കിട്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പള്ളിയുടെ ഏതെങ്കിലും ഒരു സെൽഫിനകത്ത് പൊടിയടിച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവതത്തിന്റെ മുകൾ തട്ടിലാണ് അല്ലാഹു വിശുദ്ധമായ ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിലോ റബ്ബേ, പേടിച്ചു വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് അള്ളാന്റെ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവര്, എടാ നിനക്കാണത് തിരിയാത്തത്. മുസ്ലിം എന്ന് പറഞ്ഞു നിനക്കാ, മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്ന നിനക്കാണത് തിരിയാത്തത്. അബൂജഹലിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം അറിയാം, അബൂ സുഫിയാൻ അറിയാമായിരുന്നു. പടച്ചവനെ, ഒരുപാട് പേർക്ക് അല്ലാഹുവേ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. അബൂജഹലുണ്ടല്ലോ, ഉത്തുബത്തുണ്ടല്ലോ, സൈബത്തുണ്ടല്ലോ, ഇവർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഈ ദീനിനെതിരെ പ്രവർത്തിച്ചവരാണ്. പക്ഷേ ഇവർക്ക് പോലും അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഖുർആൻ വിടുന്ന് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ അവർക്ക് പോലും വല്ലാത്ത ഇഷ്ടമായിരുന്നു. എത്രയെത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാം. നമുക്കാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്കത് കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസവും. എങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. തൻ്റെ വീടിൻ്റെ അകത്തിരുന്ന് ഖുർആൻ ഓതി പ്രവാചകൻ ഖുർആൻ ഓതൽ നിർത്തിയപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗത്ത് നിന്ന് അബൂജഹലും മുത്തുബത്തും ഷൈബത്തും 3 പേര് ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ ചോദിച്ചു, എവിടെ വന്നതാ? അത് ഈ മുഹമ്മദ് ഈ ഓതുന്നത് കേൾക്കാൻ വന്നതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ തന്നെ ചോദിച്ചു, നമ്മളല്ലേ നാട്ടുകാരോട് ഇത് കേൾക്കരുതെന്ന് പറയണത്? നമ്മൾ പകല് ജനങ്ങളോട് പറയുന്നു ഇത് കേൾക്കരുത്, പക്ഷെ നമ്മൾ രാത്രിയിൽ ഇത് വന്നിരുന്ന് കേൾക്കണം. അപ്പോൾ ഇത് ശരിയല്ല, ഇനി മേലാ ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും പിരിഞ്ഞു. പിറ്റേ ദിവസവും രാത്രി വന്നു. ചരിത്രം പഠിക്കുക. അപ്പോൾ അവർ പോലും ഖുർആൻ കേൾക്കുന്നുണ്ട്. അവർ പോലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ സ്ഥാനവും മഹത്വവും പവിത്രതയും മനസ്സിലാക്കുന്നു. നമ്മളത് വളരെ നിസ്സാരമായിട്ട് ഉസ്താദന്മാർക്ക് പിരിക്കാനും മരണ വീട്ടിൽ ഓതാനും നിസ്കരിക്കുമ്പോൾ ഓതാനുമുള്ള ഒരു സാധനമായി ഖുർആൻ മാറി. നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയെത്രയോ മോശമായി ജീവിതം നയിച്ചവരെ നന്നാക്കിയത് ഖുർആനാ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവഗണിച്ചാൽ അവനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി അവനെക്കാളും വലിയ അക്രമിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനെ കേട്ടിട്ട് അവഗണിക്കുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ചോദിക്കുമല്ലോ, എന്താണ് ഇവൻ നന്നാകാത്തത്? എന്താ ഇവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാത്തത്? എത്ര ഉപദേശിച്ചിട്ടും ഇവൻ നന്നാകുന്നില്ലല്ലോ. മരണം പറഞ്ഞിട്ടും ഖബർ പറഞ്ഞിട്ടും നരകം പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവന്റെ ഹൃദയത്തിന്റെ അകത്ത് ദീനിറങ്ങാത്തത്? ഇവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്ത് കിടക്കാത്തത് എന്തുകൊണ്ടാണ്? പടച്ചവനെ തല്ലിയിട്ടും എത്രയൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകാത്തവരെ കാണുമല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ സഹോദരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലം യഹ്തദൂ ഇദൻ അബദാ.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാബോധി എട്ടവിടെന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടു അതിനെ ചിന്തിക്കാതെ, അതിനെ ഉൾക്കൊള്ളാതെ, അതിനെ നിസാരമായി തള്ളിക്കളഞ്ഞിട്ട് നടക്കുന്നവര് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്ത് ഇറങ്ങുകയില്ല. പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് എത്ര പറഞ്ഞാലും ഇറങ്ങുകയില്ല. അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്, വഇൻ തദൂഹും ഇലൽ ഹുദാ വഇൻ തദൂഹും ഇലൽ ഹുദാ. അതാ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അള്ളാന്റെ കലാം അവിടെന്ന് പറയുന്ന ഫലം യഹ്തദൂ ഇദന്നബദാ. പടച്ചവനെ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് എത്ര വലിയ ഉപദേശവും ഇറങ്ങുകയില്ല. ഇനി മരണമല്ല, ഖബറല്ല, നരകമല്ല, പരലോകമല്ല, എന്തിനെ കുറിച്ച് പറഞ്ഞു തന്നാലും പിന്നെ നിന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഫലമ്മാ സാഉ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ ചെവിയങ്ങ് അടച്ചു വെക്കുകയാണ്. നിന്റെ ചെവിയങ്ങ് അടയ്ക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെക്കുകയാണ്. പിന്നെ എത്ര വലിയ ഉപദേശം നൽകിയാലും നിന്റെ ജീവിതത്തിൽ എവിടെന്ന് നന്നാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പടച്ചവനെ, പ്രായം ചെന്ന ബാപ്പമാര് പോലും അള്ളാഹുവിന്റെ പള്ളിയുടെ പരിസരത്താണ് കിടക്കുന്നത്. 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിച്ചിട്ട് നമസ്കരിക്കാൻ പോകുന്നില്ലല്ലോ. ആരൊക്കെ ഉപദേശിച്ചാലും അവൻ നന്നാകുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയനോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട്, വ്യഭിചരിക്കുന്നവനോട് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട്, പലിശ വാങ്ങുന്നവനോട് വാങ്ങരുതെന്ന് പറഞ്ഞിട്ട്, അതിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങാത്തതെന്താ? പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും പോലും ആ മാസത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുമ്പോ ആ മാസത്തിൽ പോലും പരസ്യമായിട്ട് കടയിലും റോഡിലും നിന്ന് വീടി വലിക്കുന്ന മുസ്ലിമിനെ കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന്, ഈ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് അതാ അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവരുമല്ലോ. എന്നിട്ട് എല്ലാവരും ഉപദേശിക്കുകയാണ്. നാട്ടുകാർ ഉപദേശിക്കുന്നു, മാതാപിതാക്കൾ ഉപദേശിക്കുന്നു, കുടുംബക്കാര് ഉപദേശിക്കുന്നു, അവസാന പള്ളിയിലെ ഉസ്താദന്മാര് കമ്മറ്റിക്കാരും എല്ലാരും ഉപദേശിക്കുന്നു. എന്നിട്ടും ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇറങ്ങുന്നില്ലല്ലോ. എന്റെ പൊന്നുമകൾക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന ഉമ്മ, അള്ളാഹു സീല് ചെയ്ത് കഴിഞ്ഞാൽ, അള്ളാഹു ചെവിയടച്ചു കഴിഞ്ഞാൽ, നീ കിടന്ന് ഖുർആനിന്റെ ആയത്തും മരണവും നരകവും പറയുന്നത് നിന്റെ പൊന്നുമകളെ കേട്ടാലല്ലേ അവരുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നിന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു നിന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പടച്ചവരെ പിന്നെ രക്ഷയില്ലല്ലോ. അതുകൊണ്ടാണ് പടച്ചവനെ ഇന്ന് ഈ സമുദായം കാണുന്നത്. എന്തൊക്കെ പേകൂത്തുകളാണ് നമ്മുടെ ഉമ്മത്തിന് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ നാണക്കേട് തോന്നുന്ന രീതിയിൽ എത്ര പ്രസംഗിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കൊരു മാറ്റമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പിന്നെ വാസി കൂടുകയാണ്. ആർഭാട വിവാഹങ്ങള്, എന്തൊക്കെ അനാചാരങ്ങള്, പടച്ചവനെ എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളാണ് ഈ സമുദായം ചെയ്യുന്നത്. പെണ്ണിനോട് ഫർദ് ധരിക്കണം, നീ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം, നീ ഔറത്ത് മറക്കണം എന്ന് പറഞ്ഞവനെ കളിയാക്കുന്ന കാലഘട്ടമാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമായി കാണുന്ന മനുഷ്യ, പിന്നെ നിനക്ക് ഹിദായത്ത് ഉണ്ടാകില്ല. നിന്റെ ഹൃദയം അല്ലാഹു അങ്ങടയ്ക്കുകയാണ്. നിന്റെ ഹൃദയം അല്ലാഹു സീല് വെക്കുകയാണ്. പടച്ചവരെ, എന്തുകൊണ്ടാ സഹോദരാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നമുക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ? മരണവും ഖബറുമെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് പടച്ചവനെ
അതാ നരകത്തിന്റെ തട്ടുകളും നരകത്തിന്റെ ശിക്ഷകളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും വേറെ ഒരു മതസ്ഥരും ഇതുപോലെ പറഞ്ഞു കൊടുക്കാറില്ല. ഈ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഈ ഉമ്മത്തിന് മാത്രമാണ് ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഏറ്റവും വലിയ മോശമായ പ്രവർത്തനം നടത്തുന്നത് ഈ സമുദായം തന്നെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഉൾക്കൊള്ളാൻ തയ്യാറാകൂ. എത്രയെത്രയോ മോശമായ ആൾക്കാർ പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമർ തങ്ങളെ കുറിച്ച് അയൽവാസി പറഞ്ഞത് എന്തെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുസ്ലിമായെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഉമറിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയുണ്ടല്ലോ, ആ അധ്യായം കേട്ടപ്പോഴാണ് പടച്ചവനെ അതാ ഉമർ തങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അതിന്റെ അർത്ഥം ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാനത് കാരണമായെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പറഞ്ഞിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലോ, നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങുന്നില്ലോ, നിനക്ക് പേടി വരുന്നില്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങൾ സീല് വെക്കുകയാ. അല്ലാഹു നിങ്ങളുടെ ചെവിയങ്ങ് അടയ്ക്കുകയാ. പിന്നെ ഒരിക്കലും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം വരൂല. പേടിക്കണം സഹോദരാ, പേടിക്കണം പെങ്ങള്. അല്ലാഹു നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം തരാതെ അടച്ചു കളഞ്ഞ ഖസ്റ ദുനിയാ വല്ലാഖിറ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ അവഗണിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പിന്നെ അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാഹു ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കൂല. മൂന്നാമതായിട്ട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, കളിയും തമാശയുമായി ചിരിച്ച് കളിച്ച് ആസ്വദിച്ച് നടക്കുന്നവരുണ്ടല്ലോ ഉസ്താദേ, ഈ ദുനിയാവിലെ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്, ഇത് ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ശരീരവും മറച്ച് 5 നേരം നിസ്കരിച്ചു, കള്ളു കുടിക്കാതെ പെണ്ണ് പിടിക്കാതെ പലിശ തിന്നാതെ അടിച്ചു പൊളിക്കാതെ ഇങ്ങനെ നടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അടിച്ചു പൊളിച്ച് നടന്നോടാ, പക്ഷേ നിനക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, നിനക്ക് കഠിനമായ ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, എങ്ങനെ വേണമെങ്കിലും നീ നടന്നോ, എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ. നമ്മുടെ രാജ്യത്തതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കോ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കോ, ഇഷ്ടമുള്ളതുപോലെ സുഖിച്ച് ആസ്വദിച്ച് നടക്കാമല്ലോ. എങ്ങനെ വേണമെങ്കിലും നീ നടന്നോ. അല്ലാഹു നിന്നോട് പറയുന്നുണ്ടല്ലോ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ സഖിറാ വ ഇമ്മാ കഫൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നിനക്ക് പ്രായപൂർത്തിയായപ്പോ
ഒരാണിനും പെണ്ണിനും പ്രായപൂർത്തിയായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല. ഇന്നലെ വരെ നീ എന്തു ചെയ്താലും നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം നിന്റെ മാതാപിതാക്കൾക്കോ, തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ നിന്റെ മാതാപിതാക്കൾക്കോ. പക്ഷേ ഇന്ന് നീ പ്രായപൂർത്തിയായിരിക്കുകയാണ്. ഇന്നു മുതലുള്ള ജീവിതമുണ്ടല്ലോ, അല്ലാഹു പറയുന്നു നിന്റെ മുന്നിൽ രണ്ട് വഴിയാണുള്ളത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ സഖിറാ. ഈ കാണുന്ന വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. വളരെ കഷ്ടപ്പാടാണ് മോനെ. ഈ പൈ കാണുന്ന വഴിയിലൂടെ പോകണമെങ്കിൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, സദഖ കൊടുക്കണം, അല്ലാഹു പറയുന്ന കാര്യങ്ങൾ മുഴുവനും അനുസരിച്ചു കൊണ്ട് പോകണം. ഇതിലേ പോകാൻ പ്രയാസമാണ്. പക്ഷേ ഇതിന്റെ അവസാനം സ്വർഗമാണ്. ഇതിന്റെ അവസാനം സ്വർഗമാണ്. എന്നിട്ട് പറയുന്ന ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, എങ്ങനെ ആസ്വദിച്ച് കള്ളു കുടിക്കാം, വ്യഭിചരിക്കാം, പലിശ തിന്നാം, ശരീരം മറക്കാതെ നടക്കാൻ, ന്യൂ ഇയർ ആഘോഷിക്കാം, ഓണം ആഘോഷിക്കാം, ക്രിസ്മസ് ആഘോഷിക്കാം, എങ്ങനെ വേണമെങ്കിലും നിനക്കിതിലെ നടന്നു പോകാം. പക്ഷേ ഇതിന്റെ അവസാനം നരകമാ, കഠിനമായ ശിക്ഷയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് അവഗണിക്കുന്നവര്, ജീവിതത്തിൽ നന്നാകാ മനസ്സില്ലാത്തവർ, എന്ത് സംഭവിക്കുന്നു മുസ്ലിമേ? എന്തേ നമ്മുടെ ഹൃദയം ഇങ്ങനെ ആയിപ്പോയത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാർ അർത്ഥം പറഞ്ഞു തരുമ്പോ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? എത്രയെത്രയോ മോശമായി ജീവിതം നയിച്ചവര് നന്നായത് ഈ ഖുർആൻ കേട്ടിട്ടാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് എത്രയോ പേര് നന്നായല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ സ്വഹാബത്തിന്റെ കഥകൾ നമുക്കറിയാം. എത്രയോ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മനുഷ്യൻ ആരെന്നറിയുമോ? കൊള്ളക്കാരുടെ നേതാവായിരുന്നു, കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ആ ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യനൊരു സ്വഭാവമുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ അവളെ വിടാറില്ല. അവളെ ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. പടച്ചവനെ, ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുകയാണ്. പടച്ചറപ്പിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിനെ കാണുകയാണ്. പുറകെ നടന്ന് തന്റെ മോഹമൊക്കെ പറഞ്ഞു നോക്കി. എന്തൊക്കെ വഴി പറഞ്ഞിട്ടും ആ പെണ്ണവിടെന്ന് സമ്മതിക്കുന്നില്ല. അവസാനം ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രി ആരും കാണാതെ പെണ്ണിന്റെ വീട് ചവിട്ടി തുറക്കുകയാണ്. പെണ്ണിന്റെ വീടിനകത്തേക്ക് കടന്നു പോവുകയാണ്. വീട് ചവിട്ടി തുറന്നു, പീഡനത്തിന് വേണ്ടി കടന്നു ചെന്നു. അവസാനം ആ പെണ്ണിനെ എവിടെന്ന് കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെന്ന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവസാനമാ താൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണിനെ തന്റെ പരിധിയിൽ കൊണ്ടുവന്നു. ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി അവിടെന്ന് തയ്യാറെടുക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. എന്തേ? നന്നാകാ സമയമായില്ലേ? നന്നാകാ സമയമായില്ലേ? താൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണിനെ കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യാ തയ്യാറെടുക്കുന്ന ഫുളൈല് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ പരിശുദ്ധമായ ആയത്ത് കേട്ടപ്പോ അവിടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെണ്ണിന്റെ ശരീരത്തിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ,
നമുക്കതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. നമുക്ക് കളിയാണല്ലോ, നമുക്ക് നിസാരമാണല്ലോ, നമ്മൾ ആദരിക്കുന്നില്ലല്ലോ, നമ്മൾ ബഹുമാനിക്കുന്നില്ലല്ലോ, അതിന്റെ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അള്ളാന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഏ ഉപ്പാ, അള്ളാന്റെ ഖുർആൻ കേട്ടിട്ട് നീ അവഗണിച്ച, നീ നിസാരമായി തള്ളിക്കളഞ്ഞ, അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് കഠിനമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നാലാമതായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, നിന്നെ പടച്ച റബ്ബ് ഉപമിക്കുകയാണ്, അള്ളാഹു നിന്നെ ഉപമിക്കുകയാണ്. എന്തിനോട്? ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമായി കളയുന്ന മുസ്ലിമേ, നിന്നെ അല്ലാഹു എന്തിലേക്കാണ് ഉപമിച്ചതെന്നറിയുമോ? ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ ഉൾക്കൊള്ളാത്തവര്, അതിനെ പരിഗണിക്കാത്തവര്, അതിനെ നിസാരമായി കാണുന്നവര്, അല്ലാഹു നിന്നെ ഉപമിക്കുന്നത് കഴുതയോടാണ്. മനുഷ്യ, കഴുതയോടാണ് അല്ലാഹു നിന്നെ ഉപമിക്കുന്നത്. അതാ നമ്മൾ പറയുമല്ലോ, നീ എന്തേടാ കഴുതയെ പോലെ ആയിപ്പോയത്, നിനക്ക് ബുദ്ധിയില്ലല്ലോ, എന്തേ നീ ഇങ്ങനെ ആയിപ്പോയതെന്ന് ഞാനും നിങ്ങളും ചോദിക്കുമല്ലോ. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനവഗണിക്കുന്ന മനുഷ്യ, നീ കഴുതയെ പോലെയാ. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അതിന്റെ മുകളിൽ എന്ത് കയറ്റി വെച്ചു കൊടുത്താലും ചുമക്കാനല്ലാതെ അതിന് വിവരമില്ലല്ലോ, അത് ഉൾക്കൊള്ളുന്നില്ലല്ലോ.